ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സമ്മറിലായിരുന്നു ടോണി ക്രൂസിന് റയലിന് നഷ്ടമായത്. ടോണി ക്രൂസ് ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ടോണി ക്രൂസിന്റെ വിടവ് അത് റയൽ മാഡ്രിഡ് ഈ സീസണിൽ നന്നായി അറിഞ്ഞിട്ടുണ്ട്. മധ്യനിരയിൽ അടക്കി ഭരിക്കുന്ന അല്ലെങ്കിൽ ബോൾ കൺട്രോൾ നന്നായി ഉള്ള ഒരു താരത്തിന്റെ അഭാവം ഈ സീസണിൽ റയലിനെ വല്ലാതെ അലട്ടി എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, ലൂക്ക മോഡ്രിച്ച് കൂടി ഇപ്പോൾ റയലിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യനിര ശക്തിപ്പെടുത്തേണ്ടത് ഇപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ്. ടോണി ക്രൂസിന്റെ പ്രൊഫൈലിന് സമാനമായ പ്രൊഫൈൽ ഉള്ള താരങ്ങളെയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ടോണി ക്രൂസ് തന്നെ റയലിന് ഒരു താരത്തെ നിർദ്ദേശിച്ചു നൽകിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ജർമ്മൻ സൂപ്പർ താരമായ ഏഞ്ചലോ സ്റ്റില്ലറിനെ കൊണ്ടുവരണമെന്ന് ടോണി ക്രൂസ് റയലിനോട് ഇപ്പോൾ നിർദ്ദേശിച്ചു എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ചില മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർക്ക അത് ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജർമ്മനിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ഏഞ്ചലോ സ്റ്റില്ലർ. VfB സ്റ്റുട്ട്ഗട്ടിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് ഇദ്ദേഹം. മാത്രമല്ല, സാബി അലോൺസോക്ക് കൂടി ഈ താരത്തിൽ താല്പര്യമുണ്ട് എന്നാണ് മാർക്ക ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് മധ്യനിരയിൽ ഒരു കൺട്രോളറെ ഇപ്പോൾ സാബിക്ക് വേണം. ആ സ്ഥാനത്തേക്ക് അദ്ദേഹം പരിഗണിക്കുന്നത് ഏഞ്ചലോ സ്റ്റില്ലറെ തന്നെയാണ്. അദ്ദേഹം പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കും എന്നാണ് സാബി ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഞ്ചലോ സ്റ്റില്ലറെ ഇപ്പോൾ സൈൻ ചെയ്യാൻ റയൽ മാഡ്രിഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന കാര്യം കൂടി മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റുട്ട്ഗട്ടിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ഈ സീസണിൽ സ്റ്റില്ലർ നടത്തിയിട്ടുള്ളത്. 32 ബൂണ്ടസ്ലീഗ മത്സരങ്ങൾ, 1 ഗോളും 8 അസിസ്റ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. ടോണി ക്രൂസിന്റെ ആ ഒരു ശൈലിക്ക് സമാനമായ ഒരു ശൈലി അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് സ്റ്റില്ലർ. അതുകൊണ്ട് തന്നെയാണ് ക്രൂസ് അദ്ദേഹത്തെ നിർദ്ദേശിച്ച് നൽകിയിട്ടുള്ളത്. ഏതായാലും സ്റ്റില്ലറെ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായും റയലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കരുത്ത് പകരുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.